ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ CCTV ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? അതായത് നമുക്ക് വീട്ടിലോ ഓഫീസിലോ ഫാക്ടറിയിലോ ഗോഡൗണിലോ ഈവൻ റോട്ടിലോ വരെ ക്യാമറ വയ്ക്കാം. പക്ഷേ ചില നിബന്ധനകൾ നമ്മൾ പാലിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് അങ്ങനെയുള്ള നിബന്ധനകൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് രാജ്യത്താണോ ക്യാമറ വയ്ക്കുന്നത് ആ രാജ്യത്തെ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു CCTV റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു റൂളൊന്നുമില്ല. മറ്റൊരാളുടെ പ്രൈവസി കനിക്കുന്ന രീതിയിൽ ക്യാമറ വയ്ക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നതൊക്കെ ഇന്ത്യയിൽ വളരെയധികം കുറ്റകരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ പൊസിഷനിങ് ആണ്. നമ്മൾ എവിടെയാണോ ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്നത് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്യാമറയുടെ ആംഗിളും ഫോക്കസും നമുക്ക് എവിടെയാണോ കവർ ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് തന്നെ ആയിരിക്കണം. 2.8mm ലെൻസുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വൈഡ് വ്യൂ കിട്ടും. നിയർലി 100 ഡിഗ്രിയോളം വൈഡർ വ്യൂ ആയിരിക്കും ആ ടൈപ്പ് ക്യാമറകൾ നമുക്ക് തരുന്നത്. പക്ഷേ ദൂരേക്കുള്ള വ്യൂ ഭയങ്കര കുറവായിരിക്കും. അതായത് അതിൻ്റെയൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞാൽ ഒരു 4-5 മീറ്റർ മാത്രമായിരിക്കും. ഈ 4mm ലെൻസ് വരുന്ന ക്യാമറയ്ക്ക് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 7 അല്ലെങ്കിൽ 8 മീറ്റർ വരെ ആയിരിക്കും. പക്ഷേ നമുക്ക് വൈഡ് വ്യൂ എന്നാലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. വൈഡ് വ്യൂ ഒരു 85 ഡിഗ്രിയൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് വരുന്നൊരു ക്യാമറയാണ് 6mm ലെൻസ് വരുന്ന ക്യാമറ. അന്നേരം നമുക്കൊരു 10 മീറ്റർ വരെയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടും. പക്ഷേ അന്നേരം ഒരു 55 ഡിഗ്രി ആയിട്ട് അതിൻ്റെ വ്യൂ ഒന്ന് ചുരുങ്ങി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതായത് വ്യത്യസ്തമായിട്ടുള്ള ക്യാമറ ലെൻസുകൾ നമുക്കുണ്ട്. ഇതുപോലെ തന്നെ ക്യാമറയുടെ ടെക്നോളജിയിലും വ്യത്യാസമുണ്ട്. അനലോഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്തെ ടെക്നോളജിയാണ്. പഴയ കാലത്തെ ടെക്നോളജി അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇപ്പോഴും ആ ടെക്നോളജീസ് പല ആളുകളും വെക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വെക്കുന്ന ക്യാമറകളിൽ ഒരു 80% ഇതേ ടൈപ്പ് ക്യാമറകളാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പോലീസുകാർക്ക് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കിട്ടാതെ വരുന്നത്. കാരണം ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അനലോഗ് ക്യാമറ മാറ്റിയിട്ട് നിങ്ങൾ IP ക്യാമറകളിലേക്ക് നോക്കുക. കാരണം നമ്മുടെ വീട്ടിൽ ഇതിനൊക്കെ ജസ്റ്റ് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. നമ്മൾ അനലോഗ് ക്യാമറ വെക്കുമ്പോഴും നമ്മൾ പൈസ മുടക്കണം, അതുപോലെ തന്നെ IP വെക്കുമ്പോഴും നമ്മൾ കാശ് മുടക്കണം. പക്ഷേ അനലോഗ് ക്യാമറ വെക്കുന്നതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് പൈസ കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് IP ക്യാമറ വെക്കാൻ പറ്റും. നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ നൈറ്റ് വിഷൻ കേപ്പബിലിറ്റിയാണ്. നമ്മുടെ ക്യാമറയ്ക്ക് രാത്രിയിലുള്ള കാഴ്ച എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കൂരിട്ടിട്ട് നമ്മൾ ക്യാമറ കൊണ്ട് വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കളർ ക്യാമറ നിങ്ങൾ കൂരിട്ടിട്ട് കൊണ്ട് വയ്ക്കരുത്. കളർ ക്യാമറ വളരെ ഇരുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ ഉള്ളിൽ ഗെയിൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഈ ചെറിയ വെട്ടമുള്ള സമയത്ത് ക്യാമറ എന്ത് ചെയ്യും, ഈ കണ്ടമാനം ഗെയിൻ അങ്ങോട്ട് കയറ്റി വിടും. അങ്ങനെ ഗെയിൻ കയറ്റി വിടുന്ന സമയത്ത് ഫുള്ള് ഗ്രെയിൻസ് പോലെ ഇങ്ങനെ മിന്നി കളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും കൃത്യമായിട്ട് കാണാൻ സാധിക്കുകയില്ല. ഇനി കാണാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ കുഴപ്പം കൊണ്ടല്ല, അത് ക്യാമറയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ചെറിയ ലൈറ്റ് ഞാൻ പറഞ്ഞില്ല ആദ്യം, ഒരു മൊബൈൽ ടോർച്ച് പോലത്തെ ലൈറ്റ് ഉണ്ടെന്ന്, അതിന് തീരെ വെട്ടം കുറവാണ്. അത് ആ വലിയ കൂരിട്ടുള്ള ഏരിയ മൊത്തം ഇലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു വെട്ടമില്ല. നമ്മളിപ്പോൾ ഒരു മൊബൈലിൻ്റെ ഒരു ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം കാണാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യൂ. അപ്പോൾ നമുക്ക് അവിടെ വലിയൊരു വെട്ടം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കളർ ക്യാമറയിൽ മാത്രമല്ല ഇൻഫ്രാറെഡ് ക്യാമറയിലും വരുന്നുണ്ട്. ഇൻഫ്രാറെഡ് ക്യാമറയിൽ സാധാരണ വരുന്ന ഒരു LED ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 വാട്ട് അല്ലെങ്കിൽ 2 വാട്ടിൻ്റെ LED ലൈറ്റാണ് വരുന്നത്, അതായത് ഇൻഫ്രാറെഡ് LED. അപ്പോൾ ഈ ഒരു LEDക്ക് ഏരിയ എത്രമാത്രം ഇലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും? വളരെ കുറച്ച് ഏരിയ മാത്രമേ പറ്റുള്ളൂ. അത് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 20 മീറ്റർ കിട്ടുന്ന ക്യാമറ ഉണ്ടെന്ന് പറയും, ചിലത് 30 മീറ്റർ കിട്ടുന്നതുണ്ട്, ചിലത് 40 മീറ്റർ കിട്ടുന്നുണ്ട്. എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ബിഗ് ബുള്ളറ്റ് ക്യാമറ 60 മീറ്റർ വരെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ തരുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെതർ പ്രൂഫ് ക്യാമറകൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് വെതർ പ്രൂഫ് ക്യാമറകൾ എന്ന് പറഞ്ഞാൽ ഇൻഡോർ ക്യാമറകളിലും ഔട്ട്ഡോർ ക്യാമറകളിലും 2 കാറ്റഗറി ആയിട്ട് ക്യാമറകളെ തിരിച്ചിട്ടുണ്ട്. ഇനി ഔട്ട്ഡോർ വെക്കുന്ന ക്യാമറകളെ തന്നെ പല ക്ലാസിഫിക്കേഷൻ, ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് പല ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് IP65 ഉണ്ട്, 66 ഉണ്ട്, 67 ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്. ഇതിൽ 67 ആണ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി ഉള്ള ഔട്ട്ഡോർ ക്യാമറകൾ. പക്ഷേ പല ആളുകളും ഇതൊന്നും നോക്കാതെ ഈ ഇൻഡോർ ക്യാമറ തീരെ വിലക്കുറവാണ്, ആ ക്യാമറകൾ പലയിടത്തുനിന്നും എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഔട്ട്ഡോർ കൊണ്ടുവയ്ക്കും. അപ്പോൾ ക്യാമറ വെച്ചോന്ന് ചോദിച്ചാൽ ക്യാമറ വെച്ചിട്ടുണ്ട്, പക്ഷേ
രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ നൈറ്റ് വിഷൻ കേപ്പബിലിറ്റി തീരെ കുറവായിരിക്കും. കാരണം ഇൻഡോർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ക്ലോസ്ഡ് ഏരിയയാണ്. ആ ഏരിയയിലേക്ക് എടുക്കുന്ന ക്യാമറ കൊണ്ടുവന്നിട്ട് നമ്മൾ വളരെ റഫായിട്ടുള്ള ഔട്ട്ഡോർ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്യാമറയുടെ ലൈഫ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ക്യാമറ അടിച്ചു പോകും. രണ്ട്, ആ ഏരിയ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഇലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ പവർ സപ്ലൈ നമ്മുടെ ക്യാമറയ്ക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എടുക്കുന്ന ഒട്ടുമിക്ക ക്യാമറകളും, അതായത് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഒട്ടുമിക്ക ക്യാമറകൾക്കുള്ളിലും ഇൻബിൽഡ് ബാറ്ററി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ വെക്കുന്ന ക്യാമറയ്ക്ക് ഒരു UPS പവറോ ഇൻവേർട്ടർ പവറോ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ക്യാമറ ഓഫായി പോകും. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ കണക്ടിവിറ്റിയാണ്. ഇൻ്റർനെറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു റിമോട്ട് വ്യൂ സാധ്യമായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ വ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ലോക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, TV-യിലോ മോണിറ്ററിലൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. ഇൻ്റർനെറ്റ് വഴി മാത്രമാണ് നമുക്ക് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അത് കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ ക്യാമറയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലുള്ള സെക്യൂരിറ്റിയാണ് ഒരു ക്യാമറ വയ്ക്കുമ്പോൾ എൻഷുർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സെക്യൂരിറ്റിയാണ്. നമ്മുടെ ക്യാമറ പെട്ടെന്ന് ആർക്കും കയ്യെത്തുന്നത് ദൂരത്തൊന്നും ആവരുത്. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തല്ലി പൊട്ടിക്കാനൊക്കെ ചാൻസസ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിയാണ്. നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്. അതായത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ എൻക്രിപ്റ്റഡ് ആയിട്ട് വേണം ഇൻ്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യാൻ. കാരണം ഒരു മൂന്നാമതൊരാൾക്ക് അത് കാണാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. പിന്നെ വളരെ പെട്ടെന്ന് ആളുകൾക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പം ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാസ്വേഡ് കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ക്യാമറയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഒരു കോംപ്ലക്സ് പാസ്വേഡ് തന്നെ ആയിരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡൊന്നും തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ അത് റെഗുലർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാനോ പാടില്ല. ഒരു അഡീഷണൽ യൂസറെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മുടെ NVR-ലും DVR-ലൊക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ പല ആൾക്കാരും കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കലായിട്ട് വലിയ അവയർനെസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വർക്ക് കൊടുത്തിട്ട് അവർ ഇൻ്റർനെറ്റുമായിട്ട് ഈ പറയുന്ന ക്യാമറയെ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഫോണിലാക്കി കൊടുക്കും. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ അവർ ചെയ്തു വെച്ചേക്കണം എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള ക്യാമറകളൊക്കെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇൻ്റർനെറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത്. ഇനി 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൈനേജാണ്. നമ്മൾ ക്യാമറയൊക്കെ പബ്ലിക് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് റോട്ടിലേക്കൊക്കെ നമ്മൾ ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള ഒരു പരസ്യ ബോർഡ് അവിടെ തീർച്ചയായിട്ടും സ്ഥാപിക്കണം. മെയിൻ്റനൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സാധനം ശരിക്കും വർക്ക് ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് രണ്ട് കഥയല്ല, റിയലായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ 2 ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഒന്ന്, ഞങ്ങൾ ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റ് 7 വർഷമായിട്ട് ഇപ്പോൾ സുഖമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. വേറൊരു പ്രൊജക്റ്റ്, മറ്റാരോ ചെയ്തിട്ടുണ്ടായിരുന്ന വേറൊരു പ്രൊജക്റ്റ്, തമ്മനത്ത് നിന്ന് നമ്മൾ നേരെ പൈപ്പ് ലൈൻ റോഡ് വഴി, എറണാകുളത്ത് തമ്മനത്ത് നിന്ന് നേരെ പൈപ്പ് ലൈൻ റോഡ് വഴി നമ്മൾ നേരെ പാലാരിവട്ടത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു ടീംസിനെ കൊണ്ട് ഒരു CCTV ക്യാമറയുടെ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യം ഒരു 1.25 വർഷമായിട്ടുണ്ടാകും. നിങ്ങളിപ്പോൾ അതിൽ പോവുകയാണെങ്കിൽ ഓരോ ക്യാമറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഇരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആ ഒരു പ്ലേസിലല്ല ഇപ്പോൾ ക്യാമറകൾ ഇരിക്കുന്നത്. കേബിളൊക്കെ പലതും അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. കാരണം എന്താണ്? അത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല അവിടെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അമ്പേലിപ്പാട് എന്നുള്ള റൂട്ടിൽ, ഞാൻ 2ാമത്തെ കാര്യം പറയുന്നത് കേട്ടോ, അമ്പേലിപ്പാട് എന്നുള്ള റൂട്ടിൽ ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് തന്നെയാണ്. അവിടെ ഇപ്പോൾ 7 വർഷമായി CP+ൻ്റെ 16 ക്യാമറകളാണ് ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്തത്. വേരിഫോക്കൽ ക്യാമറകളാണ്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ അതിലൂടെ അവർക്ക് പിടിക്കാൻ സാധിച്ചു. ഈ TVSൻ്റെ ഷോറൂമിൽ നിന്ന് ഒരു സ്കൂട്ടറുമായിട്ട് ഈ കുറച്ച് നാൾ മുന്നേ അവിടെ നിന്ന് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പോയിട്ട് അവൻ ആ വണ്ടിയായിട്ട് ഒറ്റ പൊക്കം പോയി. അവനെ ഈസി ആയിട്ട് പിടിക്കാൻ സാധിച്ചത് ഈ ഒരു ക്യാമറ അവിടെ ഇരുന്നുകൊണ്ട് മാത്രമാണ്. വൈക്കത്തുനിന്ന് എങ്ങാണ്ടാണ് അവന്മാർ വന്നിട്ടുണ്ടായിരുന്നത്. വേറൊരു ബൈക്കുമായിട്ടാണ് അവർ വന്നത്. ഞങ്ങളവിടെ വെച്ചിരിക്കുന്ന ക്യാമറയിൽ നമ്പർ പ്ലേറ്റ് കിട്ടുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാനത് വേരിഫോക്കൽ ക്യാമറ വെച്ചിട്ട് കോൺഫിഗർ ചെയ്ത് കൊടുത്തേക്കാണ്. NPR ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയും കോസ്റ്റ് അവർക്ക് മുടക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേരിഫോക്കൽ ക്യാമറ എടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് നമ്പർ പ്ലേറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ബൈക്ക് 2 പേരാണ് ബൈക്കിൽ നിന്ന് ഈ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് TVSൽ. അപ്പോൾ അവന്മാർ വന്നിട്ട് അവർ വന്ന ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് പോലീസിന് കിട്ടി. അങ്ങനെ പോലീസ് അത് ഈസി ആയിട്ട് അവന്മാരെ പിടിച്ചു, ആ വണ്ടി കൊണ്ട് പോയവന്മാരെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തോടെ പിടിക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്രയേ ഉള്ളൂ. മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ 7 കൊല്ലമായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ക്യാമറ ഇപ്പോഴും നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആ 16 ക്യാമറ വെച്ചു, 16 അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി. കാരണം
പ്രൈവറ്റ് ആയിട്ട് നമ്മൾ അവിടെ തൂണുകൾ ഇട്ടാണ് റോട്ടിൽ കൂടെ പോയിരിക്കുന്നത്. അല്ലാതെ അവിടെയുള്ള KSEBയുടെ പോസ്റ്റേക്കൂടെ ഒന്നും കെട്ടിയിട്ടല്ല വയറൊന്നും വലിച്ചേക്കണത്. സെപ്പറേറ്റ് നമ്മൾ പോൾ ഇട്ടിട്ടാണ് പോയേക്കണം. ഫൈബർ ഒപ്റ്റിക് കേബിളിങ് ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണം. അപ്പോൾ ആ രീതിയിൽ ചെയ്തതുകൊണ്ട് ആദ്യം അത്രയും രൂപ മുടക്കി, പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് അതവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ക്യാമറ വയ്ക്കുന്ന രീതിയിലല്ല, പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെയുള്ള റോട്ടിലേക്ക് ക്യാമറ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള നല്ല രീതിയിൽ നമ്മൾ നോക്കിയും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെ ക്യാമറ വെച്ചെന്നാലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസുകളെ പറ്റിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ നമ്പറാണ് താഴെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.